അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഓഫീസിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കയറില്ല. കയറുന്നെങ്കിൽ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ ഇതിനകത്ത് കയറൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഇതിനകത്ത് കയറില്ല. അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ഇവന്മാരെ കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട. ഇനിയും അധികം നേരം ഓർന്ന് ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചു കൊന്ന് ഉച്ചത്തിൽ കെട്ടിത്തൂക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലടക്കം ED റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ്, അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ്, ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ വല്ല രാജാവായിരിക്കും. ഗേറ്റ് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമം ഉണ്ടാവുകയാണ്. SFയുടെ പ്രതിഷേധം അവിടേക്ക് കടന്നു വന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയുണ്ടാകുന്നു. അല്ലെങ്കിൽ തന്നെ തിങ്ങി നിറഞ്ഞിരുന്ന ആളുകൾക്കിടയിലേക്കാണ് വലിയ പ്രതിഷേധവുമായി പ്രക്ഷുബ്ധമായ ഒരു മാർച്ച് കൂടി എത്തുന്നത്. ചേട്ടാ, കല്ലേറ് തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോകും. ആദ്യം കൂവുക. കൂവി കൂവി പന്നികളുടെ ആത്മവീര്യം നശിപ്പിക്കുക, പിന്നെ കല്ലേറ്. ഗേറ്റിൽ നിൽക്കുന്ന പോലീസുകാർക്ക് നേരെ, ഉള്ളിൽ നിൽക്കുന്ന കേന്ദ്രസേനയ്ക്ക് നേരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കുപ്പി വലിച്ചെറിയുന്നുണ്ടായിരുന്നു, അവരുടെ തൊപ്പി പറക്കെറിയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷവും നേതാക്കളായിരുന്നു. അവരെ മറികടന്നുകൊണ്ടാണ് പെട്ടെന്നെത്തിയ പ്രകടനം അകത്തേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമുണ്ടായത്. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇതുമായി ബന്ധപ്പെട്ട് 2-3 പ്രതികളെ വേറെ എവിടുന്നോ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. പാർട്ടി ഓഫീസിന്റെ അകത്തുനിന്ന് ആരെയും കൊണ്ടുപോയിട്ടില്ല. പാർട്ടി ഓഫീസിന്റെ അടുത്തുനിന്ന് അല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനി അഥവാ ഈ ദൃശ്യങ്ങളൊക്കെ എല്ലാവരുടെയും പക്കലല്ലേ ഉള്ളത്. അവരിപ്പോ ഇപ്പോഴല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതിന് പകരം ഇപ്പം പാർട്ടി ഓഫീസിലേക്ക് കയറണം, ഇപ്പൊ ഇറച്ചു കയറണം, പ്രവർത്തകരുടെ മനോവീര്യം ഒക്കെ ആ രൂപത്തിൽ മോശമായി ബാധിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. അതന്നെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഞങ്ങള് ഒരു തരത്തിലും ഇതിന് തടസ്സം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ADGP വന്ന് അവിടെ സംസാരിച്ചതിന് ശേഷം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികൾ ഇപ്പോൾ 7 പേരെ ആകെ ഈ സംഭവത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഉണ്ടാവും സാർ. നോക്കി സാർ, തങ്കമില്ല.